പാടാനപ്പള്ളിയിൽ കെ.സി. അനുകൂല ഫ്ലെക്സ് വെച്ചതിൽ കുറ്റസമ്മതം നടത്തി CPIM പ്രാദേശിക നേതാവ്. കോൺഗ്രസിൽ വിപ്ലവം ഉണ്ടാക്കാൻ ചെയ്തതാണെന്നും ക്യാമറയുള്ള കാര്യം അറിയില്ലായിരുന്നുവെന്നും അരവശ്ശേരി മുഹമ്മദ് പറഞ്ഞു. ആദ്യം ആ ഓഡിയോയിലേക്ക്. ഒരുപാട് മെസ്സേജ് പാടാനപ്പള്ളിക്കാരെ മെസ്സേജും കണ്ടു, മറ്റുള്ള ആൾക്കാരൊക്കെ മെസ്സേജ് കണ്ട്. ഞാൻ ഒരു ബോർഡ് വെച്ചിട്ടുള്ളത് എൻ്റെ പ്രസ്ഥാനത്തിനോട്, നമ്മുടെ പ്രസ്ഥാനത്തിനോട് ഏറ്റവും കൂടുതൽ എതിരുള്ള ഒരു പാർട്ടിയുടെ ആൾക്കാരുടെ ബോർഡാണ് വെച്ചിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിയുടെ വാടാനപ്പള്ളിയിൽ തന്നെ സ്വന്തം സ്ഥാനാർത്ഥിനെ തോൽപ്പിക്കാൻ വേണ്ടി, പാർട്ടി ചിഹ്നത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയ ആൾക്കാരൊക്കെ ഈ ഗ്രൂപ്പിലുണ്ട്. ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരു കോൺഗ്രസ് പാർട്ടിയുടെ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ക്യാമറ അവിടെ ഉള്ള കാര്യം സത്യത്തിൽ എനിക്കറിയില്ല. ഞാനൊരു ക്യാമറ ഉണ്ടായിരുന്നു, അത് കേടായി. വാടാനപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സേവ് കോൺഗ്രസിന്റെ പേരിലാണ് അരവശ്ശേരി മുഹമ്മദ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഏതായാലും അവിടെ എതിർചേരിയിൽ UDFൽ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെയാണ് ഉള്ളത്. അപ്പോൾ അതിനിടയിൽ എന്നാ എൻ്റെ വകയും കൂടെ ഒരു കല്ല് എന്ന് പറഞ്ഞതുപോലെ ഒരു ഫ്ലെക്സ് കൊണ്ടുപോയി അദ്ദേഹം വെക്കുകയാണ്. പക്ഷേ എല്ലാം മുകളിൽ ഒരാൾ കാണുന്നുണ്ടായിരുന്നല്ലോ. വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. അതിൻ്റെ വിശദീകരണം അവിടെ ഒരു വിപ്ലവം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വിവരങ്ങൾ ശബരി, വളരെ കൗതുകകരമാണ്, ഒപ്പം രസകരവുമാണ്. കോൺഗ്രസ് പ്രവർത്തകർ ഫ്ലെക്സ് വെച്ച്, നാടൊട്ടേക്ക് ഫ്ലെക്സ് വെച്ച് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി അവരുടെ ഇഷ്ടപ്പെട്ട നേതാവിന് വേണ്ടിയുള്ള പരിശ്രമം പരമാവധി നടത്തുമ്പോൾ അത്തരക്കാരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ആവണം ഒരുപക്ഷെ ഈ പറയുന്ന അരവശ്ശേരി മുഹമ്മദ് CPMന്റെ അനുഭാവിയാണ്. അതോടൊപ്പം തന്നെ CPMന്റെ ലോക്കൽ കമ്മിറ്റിയുടെ അംഗമായിട്ടുള്ള വനിതാ നേതാവിന്റെ ഭർത്താവുമാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നത്. KC നയിക്കട്ടെ എന്നുള്ള ഫ്ലെക്സ് ബോർഡ് സ്വന്തം ചെലവിൽ ഫ്ലെക്സ് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്ന് ബോർഡ് അടിച്ച് അവിടെ സ്ഥാപിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കോൺഗ്രസിനുള്ളിലൊരു വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് താൻ ശ്രമിച്ചത് എന്നുള്ളത്. രണ്ടായാലും അവിടെ പഞ്ചായത്ത് ഓഫീസിൽ സ്ഥാപിച്ചിരുന്ന CCTV കെണിയായി പോയി. ഇദ്ദേഹത്തെ CCTV ചിത്രങ്ങൾ ഒപ്പിയെടുത്തു. പിന്നാലെ തന്നെ ഇത് പരസ്യമാവുകയും കോൺഗ്രസ് വലിയ പ്രതിഷേധമടക്കം ഈ വിഷയത്തിൽ സംഘടിപ്പിക്കുകയും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും മറ്റും ചെയ്തിരുന്നു. അരവശ്ശേരി മുഹമ്മദിനെ CPM അനുഭാവികളും LDF പ്രവർത്തകരും എല്ലാം ഇതേക്കുറിച്ച് ഇങ്ങനെയൊരു വിചിത്രമായ കാര്യം ചെയ്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നൽകിയ മറുപടിയാണ് നമ്മളിപ്പോൾ കേട്ടത്. കോൺഗ്രസിനുള്ളിൽ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് വെച്ചത്. അതേപോലെ തന്നെ അവിടെ CCTV ക്യാമറകൾ ഉണ്ടായിരുന്നത് അറിയില്ല എന്നുള്ളൊരു വിശദീകരണമാണ് CPM അനുഭാവികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും മറ്റും ഇദ്ദേഹം സന്ദേശമായി നൽകിയത്. ഏതായാലും സംഭവത്തിൽ കോൺഗ്രസ് പരാതി നൽകിയതിന് പിന്നാലെ തന്നെ ഈ അരവശ്ശേരി മുഹമ്മദിനെ വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ചോദ്യം ചെയ്ത് വിട്ടയക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ അത് ഏറ്റെടുക്കാൻ ഒരു CPM പ്രവർത്തകർ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു ഏറെ കൗതുകകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് CPM അടക്കം അരവശ്ശേരി മുഹമ്മദിനോട് വിശദീകരണം തേടുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയാനുള്ളത്. ജാമി, എന്തായാലും ഒരു പ്രാദേശിക വിപ്ലവകാരൻ അരവശ്ശേരി മുഹമ്മദ് ആണ്. അദ്ദേഹം ഫ്ലെക്സ് ബോർഡ് വെച്ചത് ക്യാമറയിൽ കയ്യോടെ അങ്ങ് പതിയുകയും ചെയ്തു എന്നുള്ളതാണ് അതിലെ കൗതുകം. ലെവിൻ വിവരങ്ങൾ നൽകിയത്.